ഹായ് ഫ്രണ്ട്സ്. മാർക്കറ്റിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. പിടിച്ചിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര പ്രൈസാണ്. ഒരുപാട് കച്ചവടക്കാരാണ് എന്നെല്ലാം പറഞ്ഞ് പല ബിസിനസ്സുകാരും പല സമയത്തും ഇങ്ങനെ വെറി ചെയ്ത് ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ട്. ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനാണ്. പണ്ടത്തെ പോലെ ഒന്നുമില്ല. പണ്ട് അത്ര കടകൾ ഇപ്പോഴാണ്. എന്നാൽ ആദ്യമായിട്ട് മനസ്സിലാക്കുക, മാർക്കറ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരിക്കലും നിങ്ങളെ കോമ്പറ്റീഷൻ വന്നുകൊണ്ട് നിങ്ങൾക്ക് കച്ചവടം കുറയല്ല ചെയ്യുന്നത്. ശരിക്കും മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി കൂടിക്കൂടി വരികയാണ്. കാരണം കൂടുതൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരുപാട് പേര് പരസ്യം ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ ഓഡിയൻസ് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇതിനെ ആ രീതിയിൽ മനസ്സിലാക്കുക. പിന്നെ ഈ കോമ്പറ്റീഷനെ എങ്ങനെ നിങ്ങളുടെ പ്രോഫിറ്റാക്കി മാറ്റണമെന്ന് പറയുന്നതിൽ 3 ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒന്നാമതായി, ആദ്യമായിട്ട് മനസ്സിലാക്കുക, മാർക്കറ്റിംഗ് കോമ്പറ്റീഷനിൽ നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സ് ഏത് തരത്തിലാണ് കൂടുതൽ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് അതിനെ പഠിച്ച് അത് പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അവരെങ്ങനെയൊക്കെല്ലാം ചെയ്യുന്നത്, ഏതെല്ലാം പ്രൊഡക്റ്റിലാണ് അവർക്ക് കൂടുതൽ മാർജിൻ കിട്ടുന്നത് എന്നുള്ള ആദ്യ സിസ്റ്റം നിങ്ങൾക്കും ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സെക്കൻഡായിട്ട്, നിങ്ങളുടെ മാർക്കറ്റിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനും നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ പ്രൊഡക്റ്റിനും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്നുള്ള സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുകയും നിങ്ങളുടെ യുണീക്ക്നെസ്, അതേപോലെ യുണീക്ക്നെസ് നിങ്ങളുടെ പ്രൊഡക്റ്റിലും സർവീസിലുള്ള എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കറ്റ് കോമ്പറ്റീഷനിൽ നിങ്ങളുടെ കോമ്പറ്റേറ്ററെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എന്ത് ഓഫർ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമത്, നിങ്ങളുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് അത് നിങ്ങൾ മാക്സിമൈസ് ചെയ്യണം. കോമ്പറ്റീഷനിൽ മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് ഒത്തിരി ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് കിട്ടുന്നത് എവിടെയാണോ അവിടേക്കാണ് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കസ്റ്റമർ റിലേഷൻഷിപ്പിന് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾ ഓർക്കുക, എല്ലാ മാർക്കറ്റിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്, നിങ്ങളുടെ റൂമുണ്ട്. അതിലേക്ക് വരേണ്ട കസ്റ്റമേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.